ഇവാനിയോസിൽ ജീസസ് യൂത്ത് ക്യാമ്പസ് വഴിയാണ് ഞാൻ ദൈവവിളിയിലോട്ട് കിടക്കുന്നത്. അവിടെ ഇതുപോലെ കുറേ ചിരിക്കുന്ന ഞാൻ മാറിവാനിസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം മാറിവാനിസ് എത്തുന്നു, ജീസസ് യൂത്തിനെ പറ്റി കേൾക്കുന്നു. ജീസസ് യൂത്തിനെ പറ്റി കേട്ടതും ഈശോ ദൈവവിളിയിലോട്ട് ഒരുക്കുന്ന വഴി ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്ന പല കാര്യങ്ങളാണ് ശരിക്കും. അതെ, ഈശോ ആയിട്ട് എൻകൗണ്ടർ ചെയ്തു. പക്ഷേ മാറിവാനിസിൽ ജീസസ് യൂത്തിനെ പറ്റി കേൾക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പള്ളിയിലുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനാണ്. MCOമിൽ ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിന് വേണ്ടി അവർ ആ ക്യാമ്പസിലുള്ള കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അവരതിനെ കൊണ്ട് വിറ്റ് കുറേ പൈസ കണ്ടെത്തി ആരും പറയുന്നുണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി അവർ അവിടുത്തെ വേസ്റ്റ് പോലും പറക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞത് അപ്പോഴാണ് ജീസസ് യൂത്ത് എന്നൊരു മൂവ്മെന്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എൻ്റെ സ്വാഭാവികമായിട്ട് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പോയി ഞാൻ സ്വാഭാവികം എൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ പോകാൻ വഴിയുള്ള ഞാൻ അന്വേഷിച്ച് പോകത്തുമില്ല. 3 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അറിയത്തുപോലുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് കേട്ടതുകൊണ്ട് പരിചയമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരോട് പോയി ചോദിച്ചു. അങ്ങനെയാണ് പതുക്കെ അവരിലോട്ട് ജീസസ് യൂത്തിലോട്ട് എത്തുന്നത്. അവിടെ കണ്ടത് ഇത് പറഞ്ഞ പോലെയുള്ള അനുഭവമായിരുന്നു. നമ്മളെ സീനിയേഴ്സ് ഒന്നും ഒരു പരിധിയില്ലാതെ നമ്മളെ സ്നേഹിക്കുകയും അവരുടെ ചിരിയിലൊക്കെ എന്തൊക്കെ ഒരു അതെ അതെ ഇവരെവിടെയാണെങ്കിലും ഈ കൈ ഒരുമിച്ച് പിടിച്ച് പ്രൊട്ടക്ടിങ് എല്ലാവരെയും കരുതിക്കൊണ്ടിരിക്കുന്ന അതിന്റെ നടുക്ക് ശരിക്കും ഈശോ ഉണ്ട്. അത് ഈശോ പറയുന്നുണ്ടല്ലോ, മാത്യു 18:20, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. അപ്പൊ ശരിക്കും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സെന്ററിൽ ശരിക്കും ഈശോ ഉണ്ട്. ശരിക്കും എല്ലാ റിലേഷൻസും ഈശോയിൽ കൂടെ വേണമെന്നാണ്. ഒരു ദാമ്പത്യമാണെങ്കിൽ അതെ 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 സ്ത്രീ ടു ഗെറ്റ് മാരീഡ്. കോളേജ് നോക്കുമ്പോഴും എവരിവെയർ ജീസസ് യൂത്തിന്റെ ആ ഒരു ഫാക്ടർ എവിടെ കൊണ്ടുവന്ന ഫെലോഷിപ്പ്, ആ ഗ്യാദറിംഗ്, അത് ഈശോയിലേക്ക് നയിക്കുന്നുണ്ടായിരുന്നു. ചായ കുടിയാണെങ്കിലും സിനിമ ആണെങ്കിലും ഞങ്ങളുടെ സമയത്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഒരു പക്ഷേ ഇന്നത്തെ യുവാക്കൾക്ക് ഈ ഈശോ ഒഴികെയുള്ള ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ചായ പൊടിയുണ്ട്, ബാസ്കറ്റ്ബോൾ കളിയുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈശോ എന്നൊരു ഫാക്ടർ അവിടെ വരുന്നത് ഈ ഗ്യാദറിംഗിൽ ശരിക്കും ഈശോ ഉള്ളിടത്താണ് അതിന്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. ഈ സെലിബ്രേഷനിലൂടെ ഈശോനെ അനുഭവിക്കാൻ ഒരു ചലഞ്ചാണ് ആക്ച്വലി. നമ്മൾ പലപ്പോഴും അത് ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറന്നും പോകും. പക്ഷേ വെൻ യു ആർ സെലിബ്രേറ്റിംഗ് ലൈഫ്, യു ആർ സെലിബ്രേറ്റിംഗ് ക്രൈസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈശോനെ ശരിക്കും ഒരു പ്രിയനായിട്ട് കൊണ്ടു നടക്കാൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഫെലോഷിപ്പും സെലിബ്രേഷനും ഞങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.